പ്രിയപ്പെട്ടവരെ, മുനീർ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എന്തുകൊണ്ടാണ് പുസ്തക വായന നമ്മെ സന്തോഷിപ്പിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില പുസ്തകങ്ങൾ നമ്മെ സന്തോഷത്തിൻ്റെ കൊടുമുടികൾ കയറാൻ പ്രേരിപ്പിക്കും. മറ്റു ചില പുസ്തകങ്ങൾ ദുഃഖത്തിൻ്റെ അഗാധഗർത്തങ്ങളിലേക്ക് നമ്മെ തള്ളിക്കൊണ്ടുപോകും. സമ്മിശ്ര വികാരങ്ങൾ സൃഷ്ടിച്ച് അനുഭൂതിദായകമായ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോയി ദുഃഖമായാലും സന്തോഷമായാലും അവസാനം നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് അനന്യസാധാരണമായ അനുഭൂതി വിശേഷമാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു മനസ്സുഖം ആ പുസ്തക വായന നമുക്ക് സമ്മാനിക്കുന്നത്? എനിക്ക് തോന്നുന്നു 5 പ്രധാനപ്പെട്ട കാരണങ്ങളിലാണ് പുസ്തക വായന നമ്മെ സന്തോഷിപ്പിക്കാൻ നിമിത്തമാകുന്നത്. അതിലൊന്ന്, അതൊരു പുതിയ ലോകത്തിലേക്കുള്ള യാത്രയാണ്. നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ, നാം ഒരിക്കലും കണ്ടുമുട്ടാത്ത ആളുകൾ, നാം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾ. ഈ പുതിയ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുസ്തക വായന പുതിയ ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ചില പുസ്തകങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും മാറ്റിമറിക്കാൻ കാരണമാകും. ഉദാഹരണത്തിന് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ 100 Years ഓഫ് സോളിറ്റ്യൂഡ്, അതായത് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ വായിച്ചു കഴിഞ്ഞാൽ വായനക്കാരൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പോലും മാറാനത് കാരണമാകുന്നു. അതായത് ഒരു പുസ്തകം ഒരു വാതിൽ തുറക്കുന്നത് പോലെയാണ്. അത് നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ J.R.R. ടോൾക്കിൻ്റെ ലോർഡ് ഓഫ് ദി റിങ്സ് വായിക്കുമ്പോൾ നാം മിഡിൽ എർത്ത് എന്ന മനോഹരമായ ലോകത്തേക്ക് സഞ്ചരിക്കുന്നു. ഓക്കുകൾ, ഡോർഫുകൾ, എൽഫുകൾ തുടങ്ങിയ അത്ഭുത ജീവികളെ കാണുന്നു. ഈ പുതിയ ലോകം നമ്മുടെ ഭാവനയെ ഉണർത്തുകയും നമ്മെ അതിശയിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന നോവൽ വായിക്കുമ്പോൾ ഒലിവറിൻ്റെ ദുരിതങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളും നമ്മെ വല്ലാതെ ബാധിക്കും. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ നാം ആഹ്ലാദിക്കുകയും പരാജയത്തിൽ നാം ദുഃഖിക്കുകയും ചെയ്യും. ഒരു നല്ല പുസ്തകം നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഉദാഹരണത്തിന് പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവൽ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ചിന്തിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ അഗ്നിപർവ്വതത്തെ ഉണർത്താൻ ഈ പുസ്തകം സഹായിക്കും. രണ്ടാമത്തെ കാരണം, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് വായന. ഒരാളെ മനസ്സിലാക്കുമ്പോൾ മറ്റൊരാളെ നാം വിചാരിച്ചതിനേക്കാൾ അദ്ദേഹം അതീവ കഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടത് മോശമായി എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് ആ മനുഷ്യനെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് കാരണമാകും പുസ്തക വായന. അതായത് രണ്ടാമത് പറഞ്ഞത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ ജീവിതം വായിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളും നിരാശകളും
നാമും അനുഭവിക്കുന്നു. ഇത് നമ്മുടെ സഹാനുഭൂതി വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ കാരണം സ്വയം അറിയാൻ പറ്റുന്നു എന്നതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കൽ മാത്രമല്ല, മൂന്നാമത്തത് സ്വയം അറിയലുമാണ്. പുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ നമുക്ക് സ്വന്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പേടികൾ, ഭയപ്പാടുകൾ, ആഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ച് നാം ചിന്തിക്കുകയും അവയെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയും ചെയ്യും. അതായത് സ്വയം അറിയാൻ പുസ്തക വായന നമ്മെ സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാലാമത്തെ കാര്യം, നമ്മുടെ സമ്മർദ്ദം കുറയും. ഒരു നല്ല പുസ്തകത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നാം ഈ ലോകത്തെ മറക്കുകയും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും. ഇത് മാനസിക സമ്മർദ്ദം കുറച്ച് നമ്മെ ശാന്തരാക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാരണം, ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ പുസ്തക വായന നമ്മെ സഹായിക്കും. പുസ്തകങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്യും. നാം നമ്മുടെ ചുറ്റുപാടുകളെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങുകയും പുതിയ അവസരങ്ങളെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഒരു മാന്ത്രികമായ മാസ്മരികതയാണ്. അത് നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കുകയും നമ്മുടെ ജീവിതത്തെ മികച്ചതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു പുസ്തകം വലിയ സമ്മാനമാണ്. അത് നമുക്ക് തരുന്ന സന്തോഷം, അറിവ്, അനുഭവം അളവറ്റതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല പുസ്തകം കൂടെ കരുതുക, വായിക്കുക, അനുഭവങ്ങൾ പങ്കുവെക്കുക. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം നല്ല ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.